മുളയുടെയും മുള ഉൽപ്പന്നങ്ങളുടെയും അനന്തമായ വാണിജ്യ സാധ്യതകൾ വിളിച്ചോതി വയനാട്ടിൽ ബാംബു ഫെസ്റ്റ് നടന്നു. ഉറവ് നാടൻ ശാസ്ത്ര സാങ്കേതിക പഠന കേന്ദ്രമാണ് മുളയുത്സവം സംഘടിപ്പിച്ചത്. മുളയുൽപ്പന്നങ്ങളുടെ കാഴ്ചകളാണ് മണി ന്യൂസിൽ. ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുളയുടെ ശേഖരമുള്ള രാജ്യം ഇന്ത്യയാണ്. 2011 കണക്ക് പ്രകാരം 13.96 ദശലക്ഷം ഹെക്ടറാണ് ഇന്ത്യയിലെ മുളശേഖരം. ഇതിൽ ഭൂരിഭാഗവും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്. എന്നാൽ നിർമ്മാണ രീതികളിൽ ആധുനിക സാങ്കേതിക വിദ്യ ഇനിയും ഉപയോഗിക്കാത്തത് മൂലം പച്ചസ്വർണം എന്നറിയപ്പെടുന്ന മുളങ്കാടുകൾ രാജ്യത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കപ്പെടാതെ പോവുകയാണ്. ഒരു പ്രകൃതി വിഭവം എന്ന നിലയിൽ അനന്തമായ വാണിജ്യ സാധ്യതകളാണ് മുളയ്ക്കുള്ളത്. കമ്മൽ മുതൽ വീട് വരെ മുള കൊണ്ട് നിർമ്മിക്കാം. ഇരുപത് വർഷമായി മുളയുടെ ലോകത്ത് പ്രവർത്തിക്കുന്ന നാടൻ ശാസ്ത്ര സാങ്കേതിക പഠന കേന്ദ്രമാണ് വയനാട്ടിലെ ഉറവ്. ഉറവ് എല്ലാ വർഷവും ബാംബു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. 200ഓളം ഉൽപ്പന്നങ്ങളാണ് ബാംബു ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കുന്നത്. ഉറവിന് കീഴിൽ പ്രവർത്തിക്കുന്ന 14 യൂണിറ്റുകളിലാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. 56 സ്ത്രീകളാണ് ഈ യൂണിറ്റിൽ ജോലി ചെയ്യുന്നത്. ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം കൊണ്ട് മുളയുത്സവം സന്ദർശകരെ അത്ഭുതപ്പെടുത്തും. മുളയുടെ സാധ്യതകൾ സമൂഹത്തിലേക്ക് കൂടുതലായി എത്തിക്കുക എന്നതാണ് ബാംബു ഫെസ്റ്റിന്റെ മുഖ്യ ലക്ഷ്യം. ഒരു ഇവൻ്റായിട്ടാണ് ഞങ്ങൾ ഇത് സംഘടിപ്പിക്കുക. ഈ വില്ലയിൽ തന്നെ പല ഭാഗങ്ങളായിട്ട് മുളയുടെ വിവിധ പ്രവർത്തനങ്ങൾ, വിവിധ സാധ്യതകൾ തുറന്നു വയ്ക്കാവുന്ന വിധത്തിലുള്ള ആർട്ടും ജീവനോപാധിയായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രാഫ്റ്റും മറ്റു വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് ഒട്ടേറെ കാര്യങ്ങൾ മുളയായി ബന്ധപ്പെട്ട് ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അഹമ്മദാബാദിലെ ഇന്ത്യൻ ഹാബിറ്റാറ്റ് സെന്ററുമായി ചേർന്നുള്ള പദ്ധതിയുടെ ഭാഗമായി ചിലവ് കുറഞ്ഞ മുള വീടുകളുടെ മാതൃകയും ഉറവ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഹാളും മുള കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഉറവ് നിർമ്മിച്ച മുള ഫർണിച്ചറുകളും ശ്രദ്ധേയമാണ്. ചെലവ് കുറഞ്ഞ നിർമ്മാണ മേഖലയിൽ ഈ ഇന്ദിരാ ആവാസ് യോജന സർക്കാരിൻ്റെ വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് പാവങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശികമായിട്ട് ലഭ്യമായ വിഭവങ്ങൾ വെച്ചുകൊണ്ട് കുറഞ്ഞ ചെലവിൽ എങ്ങനെ വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഗവേഷണ പ്രൊജക്റ്റാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മോഡൽ വീടുകൾ ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന കാലത്ത് മുളയുടെ പാരിസ്ഥിതിക പ്രാധാന്യവും മുളയുത്സവം അനാവരണം ചെയ്യുന്നു. കാർഷിക വിള എന്ന നിലയിൽ മുള നട്ടു വളർത്തുന്നതിലൂടെ കർഷകർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ നിക്ഷേപയോഗ്യമായ ഓഹരികൾ ഏതെല്ലാമെന്ന് നിർദ്ദേശിക്കുന്നു ഇൻഡിറ്റേഡ് റിസർച്ച് വൈസ് പ്രസിഡന്റ് ബിനു ജോസഫ്. മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ മാർക്കറ്റിലെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻസ് വളരെ കൂടുതലാണ്. അതിനാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നേട്ടമുണ്ടാക്കുന്ന കമ്പനികളാണ് നമ്മൾ ഇപ്പോഴേ പരിഗണിക്കേണ്ടത്. ബജാജ് ഓട്ടോ എന്നുള്ള കമ്പനി 2 വീലർ ബൈക്ക് സെഗ്മെൻറ്റിൽ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റുകളിലൊക്കെ, അതായത് എക്കോണമി, എക്സിക്യൂട്ടീവ്, പ്രീമിയം എന്നീ 3 സെഗ്മെൻറ്റുകളിലും അവർ വളരെ സജീവമാണ്. പ്രത്യേകിച്ച് കമ്പനി സമീപകാലങ്ങളിൽ എക്സിക്യൂട്ടീവ് പ്രീമിയം സെഗ്മെൻറ്റുകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്.
ഡിമോണിറ്റൈസേഷൻ്റെ എഫക്റ്റ് ഇപ്പോഴേ പതുക്കെ കുറഞ്ഞു വരുന്നു. അതിനാൽ വരുന്ന മാസങ്ങളിൽ കൂടുതൽ സെയിൽസ് ഇംപ്രൂവ്മെൻറ്റ് കമ്പനി പ്രതീക്ഷിക്കുന്നു. കൂടാതെ കമ്പനി പ്രധാനമായിട്ടും 2 വീലർ ബൈക്ക് സെഗ്മെൻറ്റിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, മോട്ടോർ സൈക്കിൾ എന്നുള്ള സെഗ്മെൻറ്റിൽ. സ്കൂട്ടർ മാർക്കറ്റിലേക്ക് ഇനി ഇറങ്ങാൻ താല്പര്യമില്ല എന്ന് മാനേജ്മെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് ബജാജ് ഓട്ടോ ഇനിയുള്ള നാളുകളിൽ എക്സ്പോർട്ട് ഫോക്കസ് ചെയ്യുകയാണ്. അതിനാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ബജാജ് ഓട്ടോ ഇനിയും മെച്ചപ്പെട്ട പ്രകടനം നടത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 പെയിൻറ്റ് കമ്പനിയും അതോടൊപ്പം ഏഷ്യയിലെ 3ാമത്തെ ഏറ്റവും വലിയ കമ്പനിയും ആണ് ഏഷ്യൻ പെയിൻറ്റ്സ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ സെയിൽസിൽ കാര്യമായിട്ടുള്ളൊരു കുറവ് വന്നിട്ടുണ്ട്. അത് ഡിമോണിറ്റൈസേഷൻ്റെ എഫക്റ്റ് നിമിത്തമാണ്. എന്നാൽ വരുന്ന നാളുകളിൽ വീണ്ടും ഏഷ്യൻ പെയിൻറ്റ്സ് വോളിയത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ്സിനെ നോക്കിയാൽ അടുത്ത 2-3 വർഷത്തെ ഒരു ഗ്രോത്ത് റേറ്റ് വളരെ മികച്ചതായിരിക്കും. അതിനാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ കമ്പനികളിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ധന വിതരണത്തിന് രാജ്യവ്യാപകമായി LNG പമ്പുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര തീരുമാനം. പെട്രോൾ പമ്പുകൾക്ക് സമാനമായി LNG പമ്പുകൾ ഒരുക്കാനാണ് സർക്കാർ പദ്ധതി. ചുരുങ്ങിയ ചിലവിലുള്ള യാത്രയോടൊപ്പം വായുമലിനീകരണം ഇല്ലാതാക്കാനും ഇതുവഴി സാധിക്കും. കുരുമുളക് വില തിരിച്ചു കയറുന്നു. വിപണിയിലേക്ക് കുരുമുളക് എത്തുന്നത് കുറഞ്ഞതും മികച്ച ഉത്തരേന്ത്യൻ ഡിമാൻഡുമാണ് വില ഉയരാൻ കാരണം. GST രജിസ്ട്രേഷൻ സമയപരിധി മാർച്ച് 31 വരെ നീട്ടി. കേരളത്തിൽ രജിസ്ട്രേഷൻ 62.5%. ദിവസം 2 GB സൗജന്യ ഡാറ്റയുമായി BSNLന്റെ പുതിയ ഓഫർ. 339 രൂപയുടെ നിലവിലുള്ള പ്ലാൻ പരിഷ്കരിച്ചാണ് പുതിയ പ്ലാൻ BSNL അവതരിപ്പിക്കുന്നത്. 28 ദിവസമാണ് കോംബോ 339 പ്ലാനിന്റെ വാലിഡിറ്റി. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടി 0.5% വർധന. മണി ന്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. വിലാസം moneynews@mbnews.in. മണി ന്യൂസിന്റെ പഴയ എപ്പിസോഡുകൾ കാണാൻ സന്ദർശിക്കുക www.mathrubhuminews.in. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം കാണാം. നമസ്കാരം.